ഒരു കൺട്രി, ഒരു രാജ്യം അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നതല്ല സേഫ്റ്റി. നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മളുടെ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടും ഇവിടുത്തെ നാഷണാലിറ്റിനെ മാത്രമല്ല, ഇവിടുത്തെ റെസിഡൻസിനെ എല്ലാവരെയും ആ ഗവൺമെൻറ് ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതങ്ങൾക്ക്, അവരുടെ ദൈനംദിനമായിട്ടുള്ള വർക്ക്, ജോലി, ബിസിനസ് എല്ലാത്തിനും ഒരു തട്ടുകേടുപാടുകളും സംഭവിക്കാതെ ആസ് യൂഷ്വൽ നോർമലി പോകുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് വേണ്ടി മില്യൺസും ബില്യൺസും മുടക്കി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സേഫസ്റ്റ് കൺട്രി. സത്യസന്ധമായിട്ട് പറയണം, ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണോ? തീർച്ചയായിട്ടും വളരെ നല്ല സമയമാണ്. നമ്മൾ ഈ വാറിൻ്റെ സിറ്റുവേഷനാണ് പറയുന്നത് അല്ലേ. കോവിഡിന് ഇതിനേക്കാൾ കൂടുതലായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയറിയാം, കോവിഡ് ടൈമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കണവരാണ് പിന്നീട് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ JVCയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4 bedroom വില്ല അല്ലെങ്കിൽ ഒരു 3+ മെയ്ഡ് വില്ലയൊക്കെ 1.1-1.2 മില്യണിൽ കിട്ടിയത്. ഇന്നിപ്പോൾ 2026 മെയ് ജൂണിൽ നോക്കുകയാണെങ്കിൽ അതിന് 4.85 മില്യൺ വില. 3 times 4 times പ്രോഫിറ്റാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 to 4 years ആണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് വെയിറ്റ് ആണ്. വെയിറ്റ് ആൻഡ് ബൈ അല്ല, ബൈ ആൻഡ് വെയിറ്റ് ആണ്. ഈ ഒരു സമയത്ത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. എല്ലാ 4-5 വർഷത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് വരും. ബട്ട് വിതിൻ അനദർ 3 to 6 months ബൗൺസ് ബാക്ക് ചെയ്യും.